ഹലോ, ഞാൻ നസിയ കുന്നുമ്മൽ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റർ. നമ്മളെല്ലാവരും വിജയം കൊതിക്കുന്നവരാണ്. വിജയം നേടാൻ ചില കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നിരാശപ്പെടുത്തുന്നവരുടെ വാക്കുകൾ മനസ്സിൽ വയ്ക്കാതെ അവ അവിടെ തന്നെ വിട്ടേക്കണം. നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നന്മ ഉദ്ദേശിച്ച് പറയാത്ത ആളുകളുടെ കൊമൻസ്, വാക്കുകൾ ഒട്ടും തന്നെ മനസ്സിൽ സ്ഥാനം കൊടുക്കാതെ അത് എവിടെ നിന്നാണോ കേൾക്കുന്നത് അവ അവിടെ തന്നെ വിട്ടേക്കുക. നമുക്ക് പ്രചോദനം നൽകുന്നവരുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയും വേണം. അതായത് നമ്മളെ ക്രിട്ടിക്കൽ കമൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അവർ നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നമ്മൾ തയ്യാറായാൽ നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ എളുപ്പമാവുകയും നമ്മൾക്ക് സക്സസ് നേടാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ വാക്കുകളും ഒരുപോലെ ഒഴിവാക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ വിട്ടേക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. പകരം നമ്മളുടെ നന്മ ഉദ്ദേശിച്ച്, നമ്മളുടെ ഉയർച്ച ഉദ്ദേശിച്ച് നമ്മൾക്ക് സജഷൻസ് തരുന്ന, അതായത് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ്, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നൽകുന്ന ആൾക്കാരുടെ വാക്കുകൾ നമ്മൾ സ്വീകരിച്ച് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ വേണ്ട മാറ്റങ്ങൾ നമ്മളിൽ വരുത്തി അതിന് എത്രയൊക്കെ സ്ഥാനം കൊടുക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൊച്ചു കൊച്ചു സ്മോൾ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിജയകരമാവും എന്ന് തീർച്ച തന്നെയാണ്. താങ്ക് യു.